പോയ മൂവർ സംഘം എത്തിയാ? എന്തായി പോയിട്ട്? എന്താവാ ഇതീ കൂടുതല്? ലച്ചു ഓട്ടോക്കാരനുമായിട്ട് ഒരു വഴക്കിട്ടു. അവൻ മീറ്റർ ഇട്ടില്ല. എന്താ മീറ്റർ ഇടാഞ്ഞെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ അവിടെ ഒരു ചെറിയ വഴക്കുണ്ടായി. അതിന് ഇത്രയും വഴക്കുണ്ടായി. അയ്യോ, ചെറിയ വഴക്ക്. ഈ അമ്മേരെ സൗണ്ട് കേട്ട് ആൾക്കാരെല്ലാവരും കൂടി അതിന് തൊലി ഉരിഞ്ഞു പോയി ലച്ചു. എങ്ങനെ ഉരിയാതെ ഇരിക്കും? അമ്മൂമ്മയുടെ ശബ്ദമല്ലേ, ഉരിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അമ്മൂമ്മയുടെ സൗണ്ട് ഉണ്ടല്ലോ, ശരിക്കും ഒരു സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അമ്മ മാത്രമല്ല, ഈ കനകേച്ചി ഉണ്ടല്ലോ, നാട് റോഡിൽ കിടന്ന് കോളിംഗ് ബെൽ അടിക്കണ പോലെയാണ് കിടന്ന് ചിരിക്കണം. എങ്ങനെ നാണക്കേട് വരണം എന്നറിയാമോ? கௌரி சொன்ன ஒரு காமெடிக்கு சிரிச்சதா இவ்வளோ பெரிய பிரச்சனையா அவ சொல்றா. ചേച്ചി, നമുക്ക് അമ്മൂമ്മേ നൈസിലങ്ങ് പാക്ക് ചെയ്തല്ല പടവലത്തോട്ട്. ഞാൻ അതല്ല ചിന്തിക്കണ, ഈ കനകേച്ചടി ഈ ചിരി കൊണ്ട് ഞാൻ എങ്ങനെ റെസ്റ്റോറന്റ് നടത്തുമോ എന്തോ. ചിരി കൊണ്ടാണോ ഹോട്ടൽ നടത്തുന്നത്? പാറു, നിന്റെ അടുത്ത് ഞാൻ വല്ല അഭിപ്രായം ചോദിച്ചാ? ഇല്ലല്ല, ചോദിച്ചാ മാത്രം പറഞ്ഞാ മതി കേട്ടാ. என்னோட சிரிப்பு எல்லாருக்கும் பிடிக்கும். சின்ன வயசுல இருந்தே என்னோட அப்பா சொல்லுவாரு என்னோட சிரிப்பு ரொம்ப அழகுன்னு. മധുരയിലെ കൂടെ എല്ലാരും சொல்லும் എന്നോട് സിരിപ്പ് വന്ന് എനർജി ബൂസ്റ്റർ മാറിയെന്ന്. അവരൊക്കെ കളിയാക്കാൻ പറഞ്ഞെന്നുള്ള കാര്യം ഇപ്പോഴും പാവത്തിന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാൻ ആൻറ്റി തിരിച്ച് മധുരയ്ക്ക് തന്നെ പോകുന്നത് അടച്ചും ചിരി, അതപ്പോൾ നല്ലതായിരിക്കും. ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം. നിങ്ങളെ രണ്ടുപേരുടെ ഈ സ്വഭാവം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്റെ വായിരിക്കണം നിങ്ങൾ കേൾക്കും. പാവമായി നല്ലോണം നാണം കെട്ടിട്ടുണ്ടാവും. സ്വാഭാവികം. അമ്മൂമ്മ ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. കുഞ്ഞിലേ തൊട്ട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അമ്മൂമ്മ എൻ്റെ അമ്മൂമ്മയായിപ്പോയി. അതുകൊണ്ടാ. അമ്മൂമ്മയുടെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആൻറ്റിയുടെ ചിരി ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്ക്. ആൻറ്റി, ഈ വീട്ടില് മിക്കവാറും എപ്പോഴും കോമഡി പറയുന്നൊരു വീടാണ്. അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് ചിരിക്കരുത്, ഒന്ന് കൺട്രോൾ ചെയ്യാം. കോമഡി சொன்னா எப்படி சிரிக்காம இருக்கும் கேசு? നീയേ சொல்லு. കനാൻഡി, ഒരു കാര്യം ചെയ്യ്. കേശുവേട്ടൻ കോമഡി പറയാൻ പോകുമ്പോ കോമഡി ആണേ പറയുന്നേന്ന് പറയും. അപ്പത്തേക്ക് കനാൻഡി ഇങ്ങനെ ചെവി പൊത്തിയാ മതി. കുരിപ്പ്, നീ അതിന്റെ ഇടയിൽ കൂടെ എനിക്കിട്ട് വെക്കല്ലേ കേട്ടോ. കനകാൻറ്റി, അമ്മൂമ്മ രണ്ടുപേര് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. പിന്നെ ഇപ്പൊ ലച്ചു ചേച്ചി പറഞ്ഞിട്ട് പോയത് കേട്ടല്ലേ, ചേച്ചിക്ക് കുഞ്ഞിലേ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ എനിക്കും കുഞ്ഞിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉണ്ടായിരുന്നു. അമ്മൂമ്മ ചെറുതിലെ ഞങ്ങൾക്ക് ഈ താരാട്ട് പാട്ടൊക്കെ പാടിത്തരുമല്ലോ. അപ്പൊ നമ്മൾ ഉറങ്ങുമല്ലോ. അത് ഈ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങണതല്ല, പിന്നെ അമ്മൂമ്മയുടെ ഈ സൗണ്ട് കേട്ടിട്ട് തല ഇറങ്ങി കിടന്ന് ഉറങ്ങി പോണേയാണ്, ബോധം കിട്ടു പോണേയാണ്. ഇപ്പൊ ഒരു ആശ്വാസം. കനകം, എന്റെ ശബ്ദം അത്ര മോശമാണോ? எனக்கு அப்படி தோணவே இல்லம்மா. அம்மா, என்னோட சிரிப்பு காலிங் பெல் மாதிரியா? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ஏன் அவங்கெல்லாம் இப்படி சொல்றாங்க? എനിക്ക് അറിഞ്ഞൂടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.